ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ഓണപരീക്ഷയിലെ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സം സാമ്പിൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ഗിവൺ. സാമ്പിൾ എയിൽ 4H2O, സാമ്പിൾ ബിയിൽ 3CO2. ചില തന്മാത്രകളുടെ സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്. തന്നിരിക്കുന്നവയിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ ഏതാണ്? സാമ്പിൾ എയിലെ ടോട്ടൽ ആറ്റംസിൻ്റെ നമ്പറാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. 4H2O എന്ന് എഴുതിയത് കാണാം. അതിൻ്റെ മീനിങ് എന്താണ്? 4 വാട്ടർ മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളത്, 4 ജല തന്മാത്രയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റംസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക? ഹൈഡ്രജൻ ആറ്റംസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 4×2 ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ 4 എന്ന് ലെഫ്റ്റ് സൈഡിൽ എഴുതിയ നമ്പർ ഹൈഡ്രജനും ഓക്സിജനും കോമൺ ആയിട്ട് വരുന്ന നമ്പറാണ്. അപ്പോൾ 4×2 ചെയ്താലാണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കിട്ടുക. 4×2 എത്രയാണ്? 8. ഹൈഡ്രജൻ ആറ്റംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ് അവിടെ. ഇനി അടുത്തത് നോക്കുന്നത് ഓക്സിജൻ ആറ്റംസിൻ്റെ നമ്പർ എത്രയാണെന്നാണ്. ഓക്സിജൻ O എന്ന സിമ്പലിന് താഴെയായിട്ട് ഒരു നമ്പറും എഴുതിയിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താണ്? അത് 1 എന്നാണ്. അപ്പോൾ ഓക്സിജൻ ആറ്റംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4×1 ആണ്. 4×1 എത്രയാണ്? 4 തന്നെയാണ്. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ ആറ്റംസിൻ്റെയും ഓക്സിജൻ ആറ്റംസിൻ്റെയും നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആ സാമ്പിൾ എയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് എത്രയാണ് ഉണ്ടാവുക? ഹൈഡ്രജൻ ആറ്റംസിൻ്റെ നമ്പർ 8 ആണ്, ഓക്സിജൻ ആറ്റംസിൻ്റെ നമ്പർ 4 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 8 + 4 12 ആയിരിക്കും അവിടുത്തെ ആൻസർ വരിക. സാമ്പിൾ ബിയിൽ 3 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആണ്. സാമ്പിൾ ബിയിൽ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? സിയുടെ താഴെ ഒരു നമ്പർ എഴുതിയിട്ടില്ല, അതിൻ്റെ മീനിങ് 1 എന്നാണ്. അപ്പോൾ കാർബൺ ആറ്റംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3×1, 3 കാർബൺ ആറ്റംസ് ആണ് ഉണ്ടാവുക. ഇനി എത്ര ഓക്സിജൻ ആറ്റംസ് ആണെന്ന് നോക്കാം. ഓക്സിജൻ ആറ്റംസ് എങ്ങനെയാണ്? 3×2, 6 ഓക്സിജൻ ആറ്റംസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 3 + 6 9 ആറ്റംസ് ആണ് ഉണ്ടാവുക. സാമ്പിൾ എയിലാണ് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സാമ്പിൾ എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി. സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം 3CO2 എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ 3 എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതിയ 3 എന്ന് പറയുന്ന നമ്പർ ഇല്ലേ, അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ബിയിലെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. അടുത്തതായിട്ട് വരുന്നത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 3 കോളംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൽ മിക്സ്ചർ സിറ്റുവേഷൻ, മിശ്രിതവും സന്ദർഭവും തന്നിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പണൻസ്, ഘടക സ്വഭാവം തന്നിട്ടുണ്ട്. തേർഡ് കോളത്തിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ അവിടെ 3 മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തത് ബട്ടർ ഫ്രം കേർഡ് ആണ്. സെക്കൻഡ് വൺ അയൺ പൗഡർ ആൻഡ് സാൻഡ് ആണ്, ഇരുമ്പ് പൊടിയും മണലും. തേർഡ് വൺ ടീ ഡ്രഗ് ഫ്രം ടീ ആണ്, ചായയിൽ നിന്നുള്ള ചായശൻ. അപ്പോൾ അതിനെ ഏത് പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പണൻസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ. അത് നമ്മൾ മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ബട്ടർ ഫ്രം കേർഡ് എന്ന് പറയുന്നത് മാസ് ഡിഫറൻസ് അഥവാ ഭാര വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള തേർഡ് കോളം ഏതായിരിക്കും? സെൻട്രിഫ്യൂഗേഷൻ ആയിരിക്കും. രണ്ടാമത് വരുന്നത് അയൺ പൗഡർ ആൻഡ് സാൻഡ് ആണ്. അയൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെക്കൻഡിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും തേർഡ് കോളത്തിലുള്ള മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം നമുക്ക് കൊടുക്കാൻ പറ്റും. മൂന്നാമതായിട്ട് വരുന്ന ചായയിൽ നിന്നുള്ള ചായച്ചണ്ടി, അത് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാറ്? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വരെ ഫിൽട്രേഷൻ ആണ്. എന്ത് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക? ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ, കണികകളുടെ വലിപ്പ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്